ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS മൂന്നാം ഘട്ട പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനിയൊരു ഘട്ട പരീക്ഷ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു എക്സാം എഴുതുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ 10th പ്രിലിംസ് എക്സാം ഡിസംബർ അവസാനത്തോടെ ആരംഭിക്കുന്നുണ്ട്. അവർക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു കറണ്ട് അഫയേഴ്സ് സെഷനാണ്. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കാരണം ഈ ഒരു LGS പരീക്ഷയിൽ നമ്മൾ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തോട്ട് ചേർക്കുകയാണെങ്കിൽ ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് LGS മൂന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? അപ്പോ നമ്മൾ ചിലപ്പം G20 ഉച്ചകോടി എവിടെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം അതിലെ പുതിയ അംഗം ആരാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ മെജോറിറ്റി ആളുകളും ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാണ് ചാൻസ്. എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ G20 രാജ്യങ്ങളെ കുത്തിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആർക്കും കിട്ടരുത്. ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം പോലെ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ കൂട്ടായ്മയിൽ G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം എന്ന് പറഞ്ഞതാണ് സിംഗപ്പൂരാണ് കേട്ടോ. സിംഗപ്പൂരാണ്. ബ്രസീൽ എന്തായാലും ആവത്തില്ല എന്നറിയാം. ബാക്കി 3 ഓപ്ഷനിലായിരിക്കും പല ആൾക്കാരും സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. സോ G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. ഇന്തോനേഷ്യ, മെക്സിക്കോയും ബ്രസീലൊക്കെ എന്താണ് G20 കൂട്ടായ്മയിൽ അംഗമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? എന്താണ്? ഓപ്പറേഷൻ അജയ് എന്നാണ്. ഓക്കെ, ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ് എന്നാണ്. ഓപ്പറേഷൻ അജയ് ആണ്. അപ്പോ നിങ്ങൾ ഈ ഓപ്പറേഷൻസ് ഓർത്തു വെക്കുക. ഓപ്പറേഷൻ ശക്തി, ഓപ്പറേഷൻ കരുണ എന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷൻ ഗംഗ PYQ ആണ്. ഓക്കെ, ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയായിരുന്നു ഏത്? ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കുക. ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ്, ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. ഈ അരുണാചൽ പ്രദേശും ആ ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ ഏഷ്യൻ ഗെയിംസിൽ ഈ അരുണാചൽ പ്രദേശിലെ പല താരങ്ങൾക്കും പങ്കെടുക്കാനൊക്കെ സാധിച്ചിരുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ 2023 സംഭവിച്ചിരുന്നു. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിർത്തി തർക്കം എന്ന് പറയുന്നത്. ഇനി ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് നടപ്പാക്കുന്നത് കേട്ടോ. അപ്പൊ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന പദ്ധതി എന്താണ്? ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? കൊല്ലം ജില്ലയിലാണ് നടപ്പാക്കാൻ പോകുന്നത്. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക്കാണ്. ജീവൻ രക്ഷാ പതക്. ആസ് എ പ്രൊവിഷണൽ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ പ്രകാരമാണ് ഉത്തരങ്ങൾ പറയുന്നത്. സോ താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക് എന്ന് പറയുന്നതാണ് കേട്ടോ. ജീവൻ രക്ഷാ പതക്. ഇനി താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഏത് വിളയാണ്? കാപ്പിയാണ്. ഓക്കെ, അപ്പൊ കാപ്പിയുടെ ഉൽപാദനത്തിലാണ് കേരളത്തിന് എത്രാം സ്ഥാനമുള്ളത്? 2ാം സ്ഥാനമുള്ളത്. ഓക്കെ, അപ്പൊ താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഏതാണ്? കാപ്പിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാപ്പിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇപ്പൊ G20യുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3rd ഫേസിൽ 2 ചോദ്യങ്ങൾ വന്നിരുന്നു. ഒന്ന് ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്ന രീതിയിൽ ഒരു ചോദ്യം വന്നിരുന്നു. മറ്റൊന്നാണ് ഏതാണ്?
വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ G20 ഉച്ചകോടിക്ക് 2023 വേദിയായ രാജ്യമാണ് നമ്മുടെ ന്യൂഡൽഹി. ഓക്കെ, ഇന്ത്യയിലെ ന്യൂഡൽഹി. 24 വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. G20 ഉച്ചകോടിക്ക് 2024 വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. ഇനി 25 വേദിയാകുന്ന എവിടെയാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. 2025 ഫ്രാൻസിലാണ് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഓക്കെ, അപ്പോ 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ഓക്കെ, ഇനി കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? അപ്പോ ഇപ്പൊ നിങ്ങൾ വാർത്തകളൊക്കെ കേൾക്കുന്ന കാര്യമായിരിക്കും, അർജന്റീന നാഷണൽ ടീം കേരളത്തിലോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തയിൽ ഈ ഒരു മന്ത്രിയുടെ പേര് നിറസാന്നിധ്യമാണ്. ഏതാണ് മന്ത്രി? വി അബ്ദുറഹ്മാൻ ആണ് അല്ലെ. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ് കേട്ടോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ പല മാരത്തോണിലും നമ്മൾ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപില് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ് കേട്ടോ. HDFC ആണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? HDFC ആണ് കേട്ടോ. HDFC ആണ്. കവരത്തിയിലാണ്. ഓക്കെ, കവരത്തി, ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് ഈ ഒരു സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ഏതാണ്? ആരാണ്? പൃഥ്വിരാജ് ആണ് അല്ലെ. പൃഥ്വിരാജ് അല്ലെ. ആടുജീവിതം എന്ന് പറയുന്ന ചിത്രത്തിന് പൃഥ്വിരാജിനാണ് 2024 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. ഇത് 2023 കഴിഞ്ഞൊരു എക്സാമിൽ ചോദിച്ചിരുന്നത്. അത് മമ്മൂട്ടിയാണ്. 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടനാണ് മമ്മൂട്ടി. സിനിമയുടെ പേര് നൻപകൽ നേരത്ത് മയക്കം എന്നാണ്. നൻപകൽ നേരത്ത് മയക്കം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോല് എത്ര മീറ്റർ എറിഞ്ഞിട്ടുണ്ട്? ഈ ഒരു ദൂരം അറിഞ്ഞിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഇനി എക്സാമിൽ ചോദിക്കാം. 89.45 മീറ്റർ എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ആൻഡേഴ്സ് പീറ്റേഴ്സ്, ജൂലിയൻ വെബർ, അർഷാദ് നദീം, ജാൻ സെലസ്നി. അപ്പൊ നിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ മതം ഏതാണ്? ഔദ്യോഗിക മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമാണ്. അപ്പൊ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിരിക്കാം എന്ത് ഈ ഒരു സ്വർണ്ണ മെഡൽ ജേതാവ് എന്ന് ലോജിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് അറിയാത്തവർക്കും ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ആരാണ്? അർഷാദ് നദീമാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അർഷാദ് നദീം എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുക. കാരണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അദ്ദേഹം ഒരു പാകിസ്ഥാൻകാരനാണ്. അപ്പൊ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോയിന്റ് ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അർഷാദ് നദീമാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. അപ്പൊ നീരജ് ചോപ്ര ജാവലിൻ ത്രോ 89.45 മീറ്റർ ആണ് എറിഞ്ഞത്. അതും പഠിക്കുക കേട്ടോ. അത് ചിലപ്പം ചോദിക്കാം, വരുന്ന എക്സാമിലൊക്കെ ചോദിക്കാം. 89.45 മീറ്റർ ആണ് എറിഞ്ഞിട്ടുള്ളത്. സോ അർഷാദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാൻ താരത്തിന് അവിടെ എന്ത് നേടിയത്? സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത്. ഇനി ഈ ഒരു LGS എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷാകാലം കഴിഞ്ഞിട്ടില്ല. LDCയും LGSും മാത്രമല്ല, ഇനിയൊരു ലബോറട്ടറി അസിസ്റ്റന്റ്, അതുപോലെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു എക്സാം. സോ അതിൻ്റെയൊക്കെ പ്രിലിംസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് നിങ്ങൾ ആ ഒരു എന്താ പറയുക പഠനത്തിന്റെ ഒരു ബ്രേക്ക് വരുത്തരുത്. അതിന് LGSോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് ചെയ്യരുത്. കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 10th പ്രിലിംസ് എക്സാമിന്റെ ആദ്യ ഫേസ് ഡിസംബർ 28 4 ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് ഏകദേശം 4 ഘട്ടങ്ങളിലായിട്ട് 10th പ്രിലിംസ് നടക്കുന്നത്. സോ അതിനായിട്ട് നമ്മുടെ CC ഒരു 10th പ്രിലിംസ് ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഏകദേശം ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് മൂവ് ചെയ്യാം. അടുത്തെന്താണ്? ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഏതാണ്? ഡെങ്കി വൈറസിനെതിരെ ഉള്ള ഒരു വാക്സിൻ ആണ് ഇത്
ടാക് 003 വാക്സിൻ. ഓക്കെ, അപ്പൊ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ ആണ് കേട്ടോ, ടാക് 003. നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ. ഓക്കെ, ഡെങ്കി വൈറസിനെതിരെ അനുമതി നൽകിയിട്ടുള്ള വാക്സിൻ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ടാക് 003 വാക്സിൻ. ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ, നെക്സ്റ്റ് ഓസ്കാറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2024 മികച്ച സിനിമക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. ഇനി മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കിലിയൻ മർഫിയാണ് അല്ലെ. അപ്പോ ഓപ്പൺ ഹെയ്മർ എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെയാണ് കിലിയൻ മർഫിക്ക് എന്ത് ലഭിച്ചത്? മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അല്ലെ. കിലിയൻ മർഫിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നേടാൻ സഹായിച്ച സിനിമയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺ ഹെയ്മർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് MLA ആയിട്ടുള്ളത്? ഇപ്പൊ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തി അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വഹിച്ചിരുന്ന പല വകുപ്പുകളും സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഈ പറയുന്ന പട്ടികജാതി പട്ടിക വർഗ പിന്നോക്കക്ഷേമ വകുപ്പ് നൽകിയത് ആർക്കാണ്? OR കേളുവിനാണ്. അദ്ദേഹം മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ MLA ആണ് അദ്ദേഹം, OR കേളു എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട് എന്നാണ്. ഓക്കെ, അൽഗോരിതങ്ങളുടെ നാട് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ ആണല്ലോ. അൽഗോരിതങ്ങളുടെ നാട് എന്നാണ് ഇതിന്റെ പേരായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അപ്പോൾ ഈ വർഷം പ്രധാനമായിട്ടും ഈ എല്ലാ ആഫ്രിക്കൻ കപ്പ്, ഏഷ്യൻ കപ്പ്, കോപ്പ അമേരിക്ക, യൂറോ കപ്പ് അങ്ങനെ ഒരുപാട് ടൂർണമെന്റ് നടന്നിരുന്നു. അതിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആരാണ് ചാമ്പ്യൻസ് ആയത്? അർജന്റീനയാണ് അല്ലെ. അർജന്റീനയാണ് 2024 കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് എന്ന് പറയുന്ന ആരാണ്? അർജന്റീനയാണ് അല്ലെ. അപ്പോൾ കഴിഞ്ഞ 2 തവണകളായിട്ട് കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് ആരാണ്? അർജന്റീനയാണ്. വേൾഡ് കപ്പ് ചാമ്പ്യൻസ് കൂടിയാണ് ഇത് അർജന്റീന എന്ന് പറയുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് ആണ് കേട്ടോ. ഇത് ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി. ഇനി 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേരെന്താണ്? നീലു എന്നാണ് കേട്ടോ. നീലു എന്നാണ് 70ാമത് നെഹ്റു, അതായത് 2024 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേരെന്താണ്? നീലു എന്നാണ് നീലപ്പൊന്മാനിന്റെ പേരെന്ന് പറയുന്നത്. ഇനി 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം. എപ്പോഴും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് എപ്പോഴും ഏത് സംസ്ഥാനത്താണ്? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള ഗോവയിലാണ് എപ്പോഴും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. സോ അതുകൊണ്ട് 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമാണ് ഇത്? ഗോവ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? അപ്പോൾ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് ലിങ്കപ്പിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് ഏത് രാജ്യത്താണ്? സ്വീഡനിലുള്ള യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ലിങ്കപ്പിംഗ് സർവകലാശാലയാണ്, സ്വീഡനിലെ ലിങ്കപ്പിംഗ് സർവകലാശാലയാണ് ഈ ഒരു ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. അത് സ്വീഡനാണ് കേട്ടോ. സ്വീഡനാണ്, അവിടുത്തെ ലിങ്കപ്പിംഗ് സർവകലാശാലയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരെന്താണ്? സഹജ എന്നാണ് കേട്ടോ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേരെന്താണ്? സഹജ എന്നാണ്. സഹജ എന്നാണ് കേട്ടോ.
ഇനി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്താണ്? നമ്മുടെ ലൈവിലൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞൊരു പോയിന്റ് ആണ്. നമ്മുടെ ലൈവ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് അറിയുന്നുണ്ടാവും. ഏതാണ്? രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല AI ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ചിപ്പിന്റെ പേരെന്താണ്? കൈരളി എന്നാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല, തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഈ ഒരു AI ചിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി നിങ്ങൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം. ഇപ്പൊ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ഏകദേശം 4 വർഷത്തോളമായി അല്ലെ. അപ്പോൾ എന്നാലും കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്നാണ്? ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകവ്യാപകമായിട്ട് COVID-19 എന്താണ് പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ ആണല്ലോ. ഇനി HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ് എന്ന് പറയുന്നത് കേട്ടോ. ജ്യോതിസ് ആണ് HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം. ഏതാണ്? ജ്യോതിസ് എന്നാണ് ആ ഒരു സംവിധാനത്തിന്റെ പേര്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? 2024 സെപ്റ്റംബർ മാസത്തില് എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. PYQ ആണ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഇനി നവജാത ശിശുക്കളുടെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ഏത്? ശലഭം എന്ന് പറയുന്നത് കേട്ടോ. ശലഭം. ഓക്കെ, ശലഭമാണ് എന്താണ്? നവജാത ശിശുക്കളുടെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് കൊടുത്ത പദ്ധതിയാണ്, രൂപം കൊടുത്ത പദ്ധതിയാണ് ഏത്? ശലഭം. ആർദ്രമാണെങ്കിലോ? എപ്പോഴും ചോദിക്കാറുണ്ട്. സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ആരോഗ്യകിരണം. ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? ശലഭമാണ്. ശലഭം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, NIV എവിടെ സ്ഥിതി ചെയ്യുന്ന? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ്? പൂനെയിലാണ് അല്ലെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ്? പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി? ഓക്കെ, ആരാണ്? JP നഡ്ഡയാണ് അല്ലെ. ഓക്കെ, JP നഡ്ഡയാണ് താഴെ പറയുന്നവരിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. നിങ്ങൾ ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആരോഗ്യ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? JP നഡ്ഡയാണ്. ഓക്കെ, ഇത് ഒരു PYQ ആണ്. അടുത്ത് നടന്നൊരു എക്സാമിൽ, ഐ തിങ്ക് LDC ആണെന്ന് അറിയത്തില്ല, ഏതൊരു എക്സാമിൽ ചോദിച്ചിരുന്നു. ഇതേ സെയിം ടൈപ്പ് ചോദ്യം തന്നെയായിരുന്നു. അപ്പൊ ആൻസർ ഏതാണ്? JP നഡ്ഡയാണ്. ഇനി ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത്. അമൃതം ആരോഗ്യം. ഓക്കെ ആണല്ലോ. അമൃതം ആരോഗ്യം. ഇനി ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ബ്രിട്ടനിൽ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിന്, രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? MAL എന്നാണ് കേട്ടോ. MAL എന്നുള്ളതാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന്, ബ്ലഡ് ഗ്രൂപ്പിന് നൽകിയ പുതിയ പേരെന്താണ്? MAL എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 2024 LGS 3ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഏകദേശം 30ഓളം ചോദ്യങ്ങൾ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ചോദ്യങ്ങളും പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ അടുത്ത ഇനി 10th പ്രിലിംസിലോ, ഇതിലെ പല ചോദ്യങ്ങളും അടുത്ത 10th പ്രിലിംസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഫേസിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോ PYQs നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? PYQs ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.